അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരു ഔട്ട്ഡോർ വീഡിയോയുമായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ആനയിറങ്കൽ ഡാമിൽ. നമ്മൾ പണ്ട് ഇട്ടമാത്തുക്കുട്ടിയുടെ ടി എം വെട്ടൻ്റെ കഥകൾ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ അകത്ത് അവർ മീൻ പിടിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് അവരുടെ ലൈഫൊക്കെ ഒരു പ്രത്യേകതരമായിരുന്നു. ആ ലൈഫിൻ്റെ ഒരു ചെറിയൊരു അംശം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ ഡൈനിഷ് ഗുംറൈഡസ്, പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. ഇവിടെ ഞങ്ങൾ കൂടെ പഠിച്ച ആൾക്കാരാണ് റെജി, ജോബി, പിന്നെ ഇത് ഡൈനീഷിൻ്റെ ചേട്ടൻപുള്ളിയാണ്. ഇതും ഒരു സുഹൃത്താണ് ഡൈനീഷിൻ്റെ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മീൻ പിടുത്തവും, അങ്ങനെ ഒരു അടിപൊളി പരിപാടി. അപ്പോൾ നമ്മൾ ആനയിറങ്ങൽ ഡാമിലോട്ട് പയ്യെ ഇറങ്ങുവാണ് കേട്ടോ. എടാ, മീൻ കൊടുക്കാനുള്ള തീറ്റയൊക്കെ എടുത്തോടാവേ? എല്ലാം സെറ്റാണ്. അല്ല, മീൻ്റെ വയറേലും നിറച്ചിട്ട് പോകണ്ടേ, നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിലും. എന്തായാലും നമുക്ക് നോയിലിടുക്കിനെ ആ സ്റ്റുഡിയോയുടെ പുറത്തേക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഡാമിലെ വെള്ളം കയറുമ്പോൾ അതിൻ്റെ അളവറിയാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പം വെള്ളം കയറിയാൽ അത്രമാത്രം കയറുമെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാവുന്നുണ്ട്. വെള്ളം കയറിയ പാട് കിടക്കുന്നത് കണ്ടോ, വെള്ളം നേരത്തെ കയറിയതിൻ്റെ പാട് ആ പാറയിൽ കിടക്കുന്നത് കണ്ടോ, അതാണ് ഇത്. ഈ ആനയിറങ്ങൽ എന്ന് വിശേഷിപ്പിക്കുന്നത്, മെയിനായിട്ട് ആന ഇറങ്ങുന്നത് ഇത് ആ സൈഡിൽ നിന്നാണ്. അവിടെ നിന്നാണ് ആന ഇറങ്ങി വെള്ളം കുടിക്കുകയും ഇക്കരെ സൈഡിലൂടെ നീന്തി വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പം എല്ലായിടത്തും തന്നെ ആ സ്കെയിലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടാ പേരെങ്ങനെയായിരുന്നു? സുധീഷ്. എല്ലാം സെറ്റല്ലേ? വല പരിപാടികൾ നമ്മൾ കാച്ചുമല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജസ്റ്റ് ചുമ്മാ നമ്മൾ തീറ്റ പോലും ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് വീഴ്ച നോക്കിയാൽ ഇവിടെ. അപ്പം നമുക്ക് 2 മീൻ പേരിന് വലയുടെ ഒരു പേര് കാത്തു സൂക്ഷിക്കാനായിട്ട് 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീനിന്റെ പേരെന്നാ പറഞ്ഞേ? ഷക്കീലല്ല, തക്കീല. ചില്ല്. എന്ത് തക്കീല എന്ന് പറഞ്ഞൊരു മീനാന്ന് പറഞ്ഞത്. തക്കീല. ഇതുണ്ട് മൊത്തം ചില്ല. ഇങ്ങേ സൈഡിൽ നിന്ന് നോക്കിയാൽ മീനിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ സ്ഥലം വരെ കാണാം. അങ്ങനെ ഒരു സംഭവം. വൻപിച്ച മീൻപിടുത്തവുമായി നോയലിടിക്ക്. മീൻ കിട്ടി. എന്റെ പൊന്നെ മതി, ഏതോ ഒരു സാധനം. എന്ത് തോന്നുന്നു നോയലെ ഈ സാമാനം ഇട്ടിട്ട്? ഈ കഥ പറയുന്നതാണോ നല്ലത്, ഈ ഇതുപോലത്തെ പരിപാടിയായിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നതിനോട്? ഇപ്പൊ പറയാൻ പറ്റിയല്ലേ, നമുക്ക് പോകാറാകുമ്പോഴത്തേനും അതിനെ കുറിച്ചൊരു കഥ പറയുന്ന അല്ല, അത് ഇതിന്റെ പ്രേക്ഷകര് ഇനി അങ്ങനെ മാറിയിട്ട് ഈ മീൻ പിടിക്കാൻ പോകുന്നുള്ള ഒരു പേടി അവർക്ക് കാണും കേട്ടോ. ദൈവത്തെ ഓർത്ത് അവരെ 2 ഈശ്വര. ഇത് നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ ഒരു ഡാമിന്റെ പശ്ചാത്തലവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ അങ്ങോട്ട് ആസ്വദിക്കുക. അല്ലാണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നില്ല. അങ്ങനെ വാ, ഇങ്ങനെ വാ, അവിടെ ഇട്, ഇവിടെ ഇട്, അതൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന പോക്കരത്തരം മുഴുവനും ഈ വീഡിയോ ഒപ്പിയെടുത്ത് അങ്ങോട്ട് തരും. അപ്പം നിങ്ങളത് കണ്ടാസ്വദിക്കുക, ഞങ്ങളോട് സഹകരിക്കുക, അത് മാത്രം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതും ഒക്കെ ചെയ്ത് പിന്നെ ലൈക്കും ഒക്കെ അടിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം വെറൈറ്റികളായ വീഡിയോ ആയിട്ട്. ആശാൻ ഈ തീറ്റ ഇട്ടെറിയുന്നത് ഇവിടെ തന്നെയാണോ ഉദ്ദേശിച്ചത്, അതോ അത് വേറെ സ്ഥലം? അപ്പം അങ്ങനെയാണ്. ഇനി എന്നാ തോന്നുന്നു? അടിപൊളി സെറ്റപ്പ്. ഒന്നുമില്ല, ഇവിടെ കണ്ടിട്ടേലും പോകാൻ പറ്റില്ല, മീൻ കിട്ടിയില്ലേ പോലും അല്ലേ? അതിനാ സിലോപ്പിയാണോടാ? ഓക്കെ. കിട്ടിയോ?
ഓ ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ മുഷി കിട്ടി 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 സാധനം കിട്ടി. അത്യാവശ്യം അടിപൊളി കിട്ടി കിട്ടി കിട്ടി. ആ അപ്പൊ ആദ്യത്തെ അക്കൗണ്ട് മുള്ളുണ്ട്. നീ ആ ചികളയുടെ താഴം കൂട്ടി അങ്ങ് പിടിച്ചേ. ഓഫ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ ഫസ്റ്റിലത്തെ എന്തോരം ഉണ്ടോ ഒരു തൂക്കം കാണൂടോ? അത് 1/2 കിലോ ഉണ്ടോ? അത്രേ ഉള്ളൂ. ആ ഒരു 300-400 ഗ്രാം ഉള്ള ഒരു ആഫ്രിക്കൻ മുഷീനെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, നേരെ കൊണ്ട് കൂടയിലോട്ടങ്ങ് തട്ടിക്കൂ. ജോബി സൂക്ഷിച്ചു പോണേ, ചെളിയായിരിക്കുവേ. കുഴപ്പമില്ലല്ലേ? ഇതിലേക്ക് ആന ഇറങ്ങി വരുന്നല്ലേ? ഈ ക്രോസ് ചെയ്ത് ആന വരുന്നല്ലേ? അതെ അല്ലേ? അപ്പം എൻ്റെ നോയലിൻ്റെയും കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടുന്ന് കിട്ടി. അങ്ങനെ മൊത്തം ഞങ്ങൾ 10 പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ആട്ടെ യൂട്യൂബറെ വിളിക്കുന്നു. ഓടാ. എന്തായാലും നോയിലിടിക്കിന് ഏതാണ്ട് വലയായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ചാനലിൽ കൂടെ ആയാലും സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈശ്വരാ, കിട്ടിയോ? എൻ്റെ അപ്പാ ഞാൻ അന്നേരാണ് അങ്ങിരിക്കുന്നൊക്കെ ചൂണ്ടയിടയിലുകാരാണ് ചേട്ടാ. അതെ അല്ലേ? എടാ സംഭവം നമ്മുടെ ഗോപ്രോ പണി തന്നു തോന്നുന്നു കേട്ടോ. ഗോപ്രോ പണി തന്നെങ്കിൽ നന്നായിട്ട് വീശ അറിയാവുന്ന വീഡിയോ എടുക്കാൻ നോക്കുക. അതല്ല ഇത് നോക്ക്, ഇതിൻ്റെ അകത്തെ വേപ്പർ കയറി. ചിലപ്പോ ചൂട് കൊണ്ട് അങ്ങ് ശരിയാവുമായിരിക്കും, ആർക്കറിയാം. എന്തായാലും ഗോപ്രോ വെച്ച് നമ്മൾ ഇതുവരെ വലിയ ഷൂട്ടിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ഫസ്റ്റിലെ ഇത് കൊണ്ട് ഇറങ്ങിയത് മേടിച്ച് വെച്ചിട്ട് ഒരു 3-4 മാസമായി. ആണ്ടേ നോയലിന് പിന്നെയും കിട്ടിയേ. ഓടിവായോ നാട്ടുകാരെ. നാണക്കേടെന്ന് പറഞ്ഞാൽ നീ മുക്കുവനല്ലായിരുന്നല്ലോ, അപ്പൊ പിന്നെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും രണ്ടും കൽപ്പിച്ച കേട്ടോ. പുള്ളി എന്നേലും ആക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള. നമുക്കെന്നാ ഇനി ഒരു കാര്യം ചെയ്താലോ? മേടിച്ചോണ്ട് വന്ന പൊറോട്ടയും സാമ്പാറും ദോശയും എല്ലാം കൂടെ കുഴച്ച് വാരി ഒന്ന് പിടിച്ചാലോ? ആ അതെ, നമ്മളാദ്യം ചാർജ് ചെയ്തിട്ട് മതി ഇനി അടുത്ത പരിപാടി. ബാ, അതല്ലേ റജി നല്ലത്? പയ്യസേ വിശക്കാൻ തുടങ്ങിയില്ലേ ചെറുതായിട്ട്? ആ, അപ്പോൾ നമുക്ക് വലുതാക്കിയിട്ട് കഴിക്കാം. ഇപ്പം നോയലിൻ്റെ തലയുടെ മുകളിൽ കൂടെ അതെ അക്കരെ കാണുന്ന ആ കാടുകളിൽ നിന്നാണ് ആന നീന്തി ഇറങ്ങി ഈ വെള്ളം കുടിക്കാൻ വരുന്നതും ഈ അക്കരെ കയറി വരുന്നതും എല്ലാം ഈ ഒരു ഭാഗത്തൂടെയാണ്. അങ്ങനെയാണ് ഈ ആനയിറങ്ങൽ എന്നുള്ള പേര് വന്നത് ഈ ഡാമിന്. മൊത്തം വിരിയുന്നില്ല എന്നേ ഉള്ളൂ. സാരമില്ല, ഇവിടുന്ന് പോകുമ്പോഴത്തേനും വിരിച്ചോളും ഇല്ലേ? ആ, എല്ലാവരും വരൂ, ഓടി വരൂ ഓടി വരൂ ഓടി വരൂ. ഇപ്പം മൊത്തം കിട്ടിയത് എന്തോരം ട്രാവേ? പിന്നെ മൊഴി കിട്ടിയായിരുന്നു അല്ലേ? ദോശ, പൊറോട്ട എന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. വാ നമുക്കേ ഇത് കടയിൽ നിന്ന് കിട്ടിയ പാത്രത്തിന് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ തന്നെ. സാഹചര്യത്തിന് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. വെജിറ്റബിൾ കറി, വേറെ വെജിറ്റബിൾ കറിയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അതെല്ലാം സാമ്പാർ അവിടെ ഒരു കൂട്ടം ഉണ്ടല്ലോ. അവര് വേറൊരു കടവ് കണ്ട് അങ്ങോട്ട് പോവാ, മീൻ പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും പൊറോട്ടയിൽ കറി ഒഴിച്ച സ്ഥിതിക്ക് പൊറോട്ട ആനയിറങ്ങൽ ഡാമിന്റെ മുമ്പിൽ നിന്ന് പൊറോട്ട കഴിച്ചേക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അടിപൊളി കേട്ടോ.
ശരിക്കും വല വീശുന്ന ആശാനെ മറ്റേ ചൈനീസ് വല വീശിക്കാനായിട്ട് നോയിൽ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. വലിയ ആശാന് മറ്റേ നോർമൽ നമ്മുടെ നാട്ടിലെ നാടൻ വല. അപ്പം ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറും മേലെയായി. കാപ്പി മേടിച്ചുകൊണ്ട് വന്ന് കാപ്പി കുടിച്ചു. എല്ലാവരും കാപ്പി കുടിക്കുന്നു, കുറച്ച് പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ കഴിച്ചു. അപ്പോൾ നോയലിൻ്റെ കുറച്ച് പ്രകടനം കഴിഞ്ഞു. 3-4 വീശൊക്കെ വീശി. അതിൽ നിന്നൊന്നും വലിയ പുരോഗതി കണ്ടില്ല. എന്നാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 2-2.5 കിലോ മീനിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് കിടക്കുന്നത് അത്ര അകലെ കേട്ടോ. അവിടെയാണ് നമ്മുടെ ജീപ്പ് കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ആദ്യമേ വല വീശാൻ തുടങ്ങിയത്. അവിടുന്ന് പിന്നെ ഈ വീശി സുധീഷ് ചേട്ടൻ വീണ്ടും വീശിയിട്ടുണ്ട്. സിലോപ്പിയുണ്ട്. ഈ സിലോപ്പിയൊക്കെ സിലോപ്പിയുടെ മാക്സിമം സൈസ് എന്തോരൊക്കെ വരുന്നുണ്ടോ ഇതിൻ്റെ അത്? 1 കിലോയ്ക്കൊക്കെ മേളിലല്ലേ? സുധീഷ് ചേട്ടൻ കാണിക്കുന്നതാണ്ട് ഓയിൽ പോയി താണ്ട അതിൻ്റെ ഡാമിൻ്റെ നടുക്ക് പോയി വീശിയിട്ട് വരുന്നുണ്ട്. ലൈവ് മീൻപിടുത്തം. അതിൽ മീനിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ വിലയിരുത്തണ്ട. എല്ലാ മീനുകളാണ്. തിമിംഗലം തൊട്ട് മറ്റേ മണലാരി പരൽ വരെ മീനാണ്. അപ്പം നമ്മൾ ആ ഒരു വില തീർച്ചയായിട്ടും കൊടുക്കണം. അതെ, അത് മീനല്ലെന്ന് പറയാൻ പറ്റുമോ? പരലൊക്കെ മീനല്ലേ, തിമിംഗലം മീനാ. നമ്മുടെ ഈ കൂട്ടുകാരൻ തപ്പിപ്പിടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ആ മീനെ തപ്പിപ്പിടിക്കുവാണ്. ഈ കല്ലുകളുടെ ഇടയിൽ നിന്ന് തപ്പി മീനെ പിടിക്കുന്ന ഒരു പരിപാടി കിട്ടുന്നുണ്ട്. പുള്ളിയുടെ കയ്യിലുണ്ട്. എന്താ കിട്ടി അവിടെ നിന്ന് എറിഞ്ഞു കൊടുത്താ. ഈ മുഷിയൊക്കെ ഇപ്പൊ ജീവിച്ചു വരുവാണ്. മേളി വന്നു, താഴെ കിടന്ന മുഷി അടി കിടന്ന എത്ര നേരം അവനെ ഇപ്പഴാ ശാപം. കല്ലിൻ്റെ ഇടയിൽ തപ്പിപ്പിടിക്കുന്നത് ഭയങ്കര സംഭവം കേട്ടോ. ആലപ്പുഴയുള്ള പിള്ളേർ സെറ്റ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചിട്ടുണ്ട്. അതിന്റെ അവർക്കതൊരു സംഭവമല്ല. പിന്നെ ഞാൻ നേരത്തെ വീശാൻ പോയപ്പോൾ ആ തുരുത്തില് മറ്റേ അതിന്റെ കാൽപ്പടി ഉണ്ടായിരുന്നു. കാട്ടുപോത്തിന്റെ അത് കണ്ടാ തിരിച്ചറിയാൻ. അതെ അല്ലേ? നമ്മൾ ആനയിറങ്ങൽ ഡാമില് ഒരു 2-3 മണിക്കൂറായിട്ട് വല വീശിക്കൊണ്ടിരിക്കുകയാണ്. 3 വലക്കാരുണ്ട്. അതിനകത്ത് എന്നെ കൂട്ടുണ്ട്. 2 വലക്കാരും കൂട്ടിയാണ്. പക്ഷെ അത് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. ഒരു 4 കിലോ കിട്ടാനുള്ള മൊത്തം ഒരു 3-4 കിലോയോളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തായിട്ട് പുഴ പിടിക്കാൻ പോവുകയാണ്. പുഴയിൽ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലക്കാര് പറയുന്നത് നേരെ നമുക്ക് പുഴയിൽ പോയി ഒന്ന് നോക്കാം. അപ്പോൾ അവിടുത്തെ അവർ ചുറ്റുപാടും കാഴ്ചയും പരിപാടികളും ഒക്കെ ആയിട്ട് നേരെ പുഴയിലോട്ട് വെച്ച് പിടിക്കാം. കൂട്ടുകാരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ പുഴയിലെ മീൻപിടുത്തം ചെയ്യുന്നത്. അത് ആരും കാണാൻ മറക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി വിഷ്വൽ ബ്യൂട്ടിയാണ്. കാടിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു പുഴയിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. നോയിലടിക്കുകയും ഞാനും നിങ്ങളുടെ മുമ്പിലേക്ക് പുഴയിലെ മീൻപിടുത്തം അടുത്ത എപ്പിസോഡിൽ എത്തിക്കുന്നതായിരിക്കും. ആരും കാണാൻ മറക്കരുത്. അതുവരേക്കും ബൈ.